പ്രണയസഖി ഭാഗം 2. കളപ്പുരയ്ക്കൽ തറവാട്. പ്രൗഢിയും ആഡംബരവും നിറഞ്ഞ പഴയ നാലുകെട്ട് രീതിയിൽ പുതിയ മോഡലിൽ തീർത്ത തറവാട്. വല്യേട്ടാ, മധ്യവയസ്കനായൊരാള് അകത്ത് ആരെയോ അന്വേഷിച്ചെന്നതുപോലെ നടക്കുന്നുണ്ട്. എന്താടാ ഇങ്ങനെ വിളിച്ചു കൂവുന്നത്? അകത്തേക്ക് കയറി വന്നാ ഇവിടെ ഞാനിരിക്കുന്നത് കാണില്ലേ നീ? ശബ്ദം കേട്ട ഭാഗത്തേക്ക് അയാൾ നടന്നു. മുകളിലെ നിലയിലെ കോലായിൽ ചാരുകസേരയിലിരിക്കുകയാണ് ഇത്രയും നേരം അന്വേഷിച്ച് നടന്ന ആള്. ഒരു മുണ്ട് മാത്രമാണ് ആളുടെ വേഷം. കാണുമ്പോൾ തന്നെ ഒരു ക്രൂരത നിറഞ്ഞ മുഖഭാവം. വെളുത്ത് നല്ല ഒത്ത വണ്ണവും പൊക്കവും ഉള്ള ഒരാള്. വല്യേട്ടാ. എന്താ മാധവ? അത് പിന്നെ, വളച്ചു കെട്ടുന്നത് എനിക്കിഷ്ടമല്ല. ഉള്ളതുപോലെ പറയാൻ നോക്ക്. അത് പിന്നെ വല്യേട്ടാ, നമ്മുടെ ശിവയുടെ വിവാഹം കഴിഞ്ഞു. അത് കേട്ടതും അയാൾ ഇരുന്നിരുന്ന കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. നേരാണോ? സത്യമാണ്, ഇന്ന് രാവിലെ ആയിരുന്നു. ആരാണെന്നറിയോ? അത് പിന്നെ നമ്മുടെ SI ദിവാകരൻ്റെ മകളാണ്. അയാളുടെ മകളോ? അവളെ എങ്ങനെ അവനറിയാം? എനിക്കറിയില്ല ഏട്ടാ. ആ SI പോലും ഈ വിവരം നമ്മളോട് പറഞ്ഞില്ല. അവനിപ്പോൾ കൈലാസത്തിലുണ്ടോ? ആ, അങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്നാ അറിഞ്ഞത്. വണ്ടിയെടുക്ക്. അത് പറഞ്ഞ് അയാൾ ഉടുത്തിരുന്ന മുണ്ട് ഒന്ന് മുറുക്കിയെടുത്ത് മുറിയിലേക്ക് പോയി ഒരു ഷർട്ട് എടുത്തിട്ട് താഴേക്കിറങ്ങി. അയാൾ പോകുന്നത് നോക്കി അകത്ത് ഒരു സ്ത്രീ നിസ്സഹായയായി നിൽക്കുന്നുണ്ടായിരുന്നു. വരാന്തയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ വർണ്ണയുടെ ചിന്തകൾ പല വഴി സഞ്ചരിച്ചു. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരുപിടി ഓർമ്മകൾ മാത്രമാണ് തനിക്കുള്ള മുതൽക്കൂട്ട്. ഇനി എന്ത് ചെയ്യും എന്നറിയില്ല. ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ. വരാന്തയിലിരുന്ന് ഇരുട്ട് വീണു തുടങ്ങി. അകത്തേക്ക് കയറി ലൈറ്റ് ഇടാമെന്ന് കരുതി. എന്നാൽ സ്വിച്ച് ഏതാണെന്നൊന്നും അറിയില്ല. ഒത്തിരി തിരഞ്ഞ് കുറേ സ്വിച്ചൊക്കെ ഓണാക്കി നോക്കി അവസാനം വരാന്തയിലെ ലൈറ്റ് കണ്ടുപിടിച്ചു. വീട്ടിലാണെങ്കിൽ ഈ സമയം താൻ പ്രാർത്ഥനയിലാവും. കൂട്ടിന് മുത്തശ്ശിയും ഉണ്ടാകും. വീണ്ടും വീണ്ടും മുത്തശ്ശിയും വീടും ഒക്കെ അവൾക്ക് ഓർമ്മ വന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് അങ്ങോട്ടൊന്ന് വിളിച്ച് ചോദിക്കാൻ പോലും പറ്റിയിട്ടില്ല. അതിന് തനിക്ക് സ്വന്തമായിട്ട് ഫോൺ പോലും ഇല്ലല്ലോ. അവൾ ഹാളിലെ സോഫയിൽ വന്നിരുന്നു. വാതിലടച്ചു. രാത്രി സമയമായി. പരിചയമില്ലാത്ത സ്ഥലമല്ലേ. അയാൾ പോയിട്ട് ഇത്ര നേരമായിട്ടും തിരിച്ചു വന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ ചിന്തിച്ചു. സമയം കടന്നു പോകവേ അവൾക്ക് വല്ലാത്ത വീർപ്പുമുട്ടൽ തോന്നി. വീട്ടിൽ മുത്തശ്ശിയായിട്ടെങ്കിലും അല്പനേരം ഒന്ന് സംസാരിച്ചിരിക്കാമായിരുന്നു. അവളുടെ ഉള്ളാകെ അസ്വസ്ഥമാകാൻ തുടങ്ങിയിരുന്നു. സോഫയിലിരുന്ന് അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകാൻ തുടങ്ങി. മുറ്റത്ത് ഒരു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് അവൾ അടഞ്ഞുപോയ കണ്ണുകൾ ഞെട്ടിത്തുറന്നു. മുറ്റത്ത് തന്നെയാണോ അതോ വഴിയിലൂടെയാണോ വണ്ടി പോയതെന്നറിയാൻ അവൾ ജനാലയിലൂടെ ഒന്ന് പുറത്തേക്ക് എത്തി നോക്കി. അതെ, ഇവിടെ തന്നെയാണ്. ഗേറ്റ് അടച്ചിട്ടില്ല. അതുകൊണ്ട് അകത്തേക്ക് കയറ്റി മുറ്റത്തായിട്ടാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. അവൾക്ക് അത് കണ്ടതും ആകെ ഭയമായി. ആരാണിത് ഈ സമയത്ത്? ജനൽ വഴി തന്നെ അവൾ പുറത്തേക്കൊന്ന് എത്തി നോക്കി. കാറിൻ്റെ ഡ്രൈവർ സീറ്റിൽ നിന്നും അല്പം പ്രായമുള്ളൊരു വ്യക്തി ഇറങ്ങി വന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും മധ്യവയസ്കനായിട്ടുള്ള മറ്റൊരു വ്യക്തിയും. ഇതൊക്കെ ആരാണാവോ? കണ്ടിട്ട് ഏതോ വലിയ വീട്ടിലെ ആളുകളാണെന്ന് തോന്നുന്നു. അവൾ അതൊക്കെ ചിന്തിച്ചു നിന്നു. ഓരോന്നൊക്കെ ആലോചിച്ച് നിന്നവളെ കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദമാണ് തിരിച്ച് ബോധത്തിലേക്ക് കൊണ്ടുവന്നത്. ഡോറ് തുറക്കണോ? ആരാണെന്നറിയില്ലല്ലോ. എന്ത് ചെയ്യണോ എന്നറിയാതെ അവളുടെ മനസ്സാകെ ഉഴറി. ഇവിടെ വരെ വണ്ടി കയറ്റി വരണമെങ്കിൽ അയാളുടെ പരിചയക്കാരാരെങ്കിലും തന്നെയാകും. എന്തായാലും വാതിൽ തുറന്നേക്കാം. അത് പറഞ്ഞ് അവൾ വാതിൽ തുറന്നു. പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. അവൾ ഇറങ്ങിച്ചെന്നതും വന്നിരിക്കുന്ന രണ്ടുപേരും അവളെ സൂക്ഷിച്ചെന്ന് നോക്കി. താലിയല്ലാതെ ആഭരണമൊന്നുമില്ല വേറെ. നെറ്റിയിൽ സിന്ദൂരല്ലാതെ മറ്റൊന്നുമില്ല. എങ്കിലും കടഞ്ഞെടുത്തതുപോലുള്ള സൗന്ദര്യമാണ്. അവളെ ഒന്ന് മുഴുവനായിട്ട് നോക്കിക്കൊണ്ട് മാധവൻ മനസ്സിൽ ചിന്തിച്ചു. അവർ നോക്കുന്നത് കണ്ടതും അവൾക്കും എന്തോ പന്തികേട് തോന്നി. രണ്ടും കൽപ്പിച്ച് അവൾ അവരോട് ചോദിച്ചു, ആരാ? അവളുടെ ശബ്ദം കേട്ടതും ഇരുവരും അവളെ ഒന്ന് ഇരുത്തി നോക്കി. ശിവദേവുണ്ടോ? കൂട്ടത്തിൽ മുതിർന്നയാളുടെ ഗൗരവമേറിയ ശബ്ദം. ഇല്ല. എവിടെ പോയി? പുറത്തേക്ക് പോയി. നീ ആരാണ്? അയാൾക്ക് അവൾ അവൻ്റെ ഭാര്യയാണ് എന്ന് മനസ്സിലായി എങ്കിലും വെറുതെ അവളെ കളിപ്പിക്കാൻ എന്ന പോലെ ചോദിച്ചു. അവൾക്ക് എന്തുത്തരം നൽകും എന്നുപോലും അറിയില്ലായിരുന്നു. അവൾ ഒരു നിമിഷം ഒന്നും മിണ്ടാതെ നിശബ്ദമായി. ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? ആരാണെന്ന്? ഞാൻ ഭാര്യയാണ്. അവൻ വരുമ്പോൾ ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞേക്ക്. അത് പറഞ്ഞ് അയാൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ആര് വന്നു എന്ന് പറയണം? പെട്ടെന്ന് പിന്നിൽ നിന്ന് അവളുടെ പതിഞ്ഞ സ്വരം. അത് കേട്ടതും അയാൾ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. കളപ്പുരയ്ക്കൽ മോഹൻ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അവൾ അറിയാതെ തന്നെ തലയാട്ടിപ്പോയി. കാറിനകത്തേക്ക് കയറും മുൻപ് ഇരുവരും ഒന്നുകൂടി അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നു.
അതിൽ ഒരാളുടെ കണ്ണിൽ നിർവികാരതയായിരുന്നുവെങ്കിൽ മറ്റൊരാളുടെ കണ്ണിൽ കാമം മാത്രമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. അവരുടെ കാറ് ഗേറ്റ് കടന്നു പോയതും അവൾ അകത്തേക്ക് കയറി. വീണ്ടും ഏകാന്തത. സമയം കടന്നുപോയി. ആ വീട്ടിൽ ആകെ കേൾക്കുന്ന ശബ്ദം ഫാൻ കറങ്ങുന്നത് മാത്രമായിരുന്നു. രാത്രിയായി. അവൾക്ക് ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ ഭയം വന്നു തുടങ്ങി. മുട്ടുസൂചി വീണാൽ പോലും കേൾക്കുന്ന രീതിയിലുള്ള അത്രയും നിശബ്ദത മാത്രം തിങ്ങി നിറഞ്ഞു. അവൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു. ഒരുപാട് സമയം കടന്നുപോയി കഴിഞ്ഞപ്പോൾ പുറത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ശിവയാണോ എന്നറിയാൻ അവൾ ജനൽ വഴിയൊന്ന് നോക്കി. നോക്കുമ്പോൾ അവൻ തന്നെയാണ്. അവൾ വാതിൽ തുറന്നു. എന്നാൽ അവളെയൊന്ന് നോക്കുക കൂടെ ചെയ്യാതെ അവൻ അകത്തേക്ക് കയറിപ്പോയിരുന്നു. കയ്യിൽ ഒരു കവറും ഉണ്ടായിരുന്നു. അവൻ്റെ പുറകെ തന്നെ അവളും അകത്തേക്ക് കയറി. അവൾ പിന്നാലെ വന്നിരുന്നുവെങ്കിലും അവളെയൊന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ മുറിക്കകത്തേക്ക് കയറിപ്പോയി. അവൾ അവനെയൊന്ന് നോക്കിക്കൊണ്ട് തിരികെ സോഫയിലേക്ക് തന്നെ വന്നിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അവൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നു. അവൻ കാണുന്നത് സോഫയിലിരിക്കുന്ന അവളെയാണ്. അവൻ കയ്യിലുണ്ടായിരുന്ന കിറ്റ് അവളുടെ അടുത്തേക്ക് വെച്ചു. ഇതിൽ ഭക്ഷണമുണ്ട്, വേണമെങ്കിൽ കഴിക്കാം. അത് പറഞ്ഞ് അവൻ തിരികെ അകത്തേക്ക് തന്നെ നടന്നിരുന്നു. മുന്നിൽ അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൾ വേഗം തന്നെ സോഫയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. പക്ഷേ ആ നേരം കൊണ്ട് തന്നെ അവൻ തിരികെ അകത്തേക്ക് നടന്നു കഴിഞ്ഞിരുന്നു. അവൾ സോഫയിലിരിക്കുന്ന കിറ്റെടുത്ത് തുറന്നു നോക്കി. അതിലൊരു ബിരിയാണിയായിരുന്നു. കാര്യമായ വിശപ്പൊന്നും തോന്നുന്നില്ല. ഒരു നിമിഷം ആ ഭക്ഷണം കഴിക്കണോ വേണ്ടയോ എന്നവളൊന്ന് ആലോചിച്ചു. അപ്പോഴേക്കും അവൻ അങ്ങോട്ട് തിരിച്ചെത്തി. കയ്യിൽ ഒരു കുപ്പി വെള്ളവും ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് താൻ ഇത്ര നേരമായിട്ടും ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല എന്നവൾ ഓർക്കുന്നത്. അവൾ എന്നൊരു വ്യക്തി അവിടെ ഉള്ളതായി പോലും നോക്കാതെ മുറിയിൽ കയറി വാതിലടച്ചു. അവൾ അടുക്കളയിലേക്ക് നടന്നു. അടുക്കള കണ്ടതും അവൾ ഞെട്ടി. പുതിയ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന അടുക്കളയാണ്. എന്നാൽ അതിലെ പാത്രം എന്ന് പറയാനൊന്നുമില്ല. ആകെ പൊടി പിടിച്ചു കിടക്കുകയാണ്. സ്റ്റൗവൊക്കെ ഉണ്ട്. അതൊന്നും ഉപയോഗിക്കാറില്ല എന്ന് കാണുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി. പിന്നെ ഒരു ഫ്രിഡ്ജുണ്ട്. ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അവൾ അതൊന്ന് തുറന്നു നോക്കി. ഫ്രിഡ്ജ് തുറന്നു നോക്കിയതും അവളുടെ ബാക്കിയുണ്ടായിരുന്ന കിളികൾ കൂടെ പറന്നുപോയി. തുറക്കണ്ടായിരുന്നു എന്നായിപ്പോയി. നിറയെ ബിയർ ബോട്ടിൽസ് മാത്രം. പിന്നെ കുറെ സോഡയുടെ കുപ്പിയും വെള്ളവും ഒക്കെ ഉണ്ട്. അവൾ അതിൽ നിന്നും വെള്ളം എടുത്ത് കുടിച്ച് ഫ്രിഡ്ജ് അടച്ചു. കബോർഡ് തുറന്നു നോക്കുമ്പോൾ അതിൽ നിറയെ മദ്യക്കുപ്പികളാണ്. അവൾ തിരികെ ഹാളിലേക്ക് തന്നെ നടന്നു. ഭക്ഷണം കഴിച്ച് കൈയൊക്കെ കഴുകി വന്നു. അപ്പോഴാണ് അവൾ വൈകിട്ട് വന്ന ആളുടെ കാര്യം ഓർത്തത്. അയാളുടെ പേരെന്തായിരുന്നു? ആരാണ് വൈകുന്നേരം വന്നത് എന്ന് ഓർത്തു നോക്കിയെങ്കിലും അവൾക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല. ആ, കളപ്പുരയ്ക്കൽ മോഹൻ. ഇതിന് ഞാൻ അയാളോട് എങ്ങനെ പോയി പറയൂ എൻ്റെ കണ്ണാ? പറയണം, ഇല്ലെങ്കിൽ ഇനി അതിന് ദേഷ്യപ്പെട്ടാലോ? അവൾ ഓരോന്നൊക്കെ ആലോചിച്ച് അവൻ്റെ മുറിവാതിൽ വരെ പോയി. ഡോറ് അകത്തുനിന്ന് അടച്ചിട്ടിരിക്കുകയാണ്. അവൾ കതകിലൊന്ന് മുട്ടി. 1-2 തവണ മുട്ടിയിട്ടും അകത്തു നിന്നും അവൻ്റെ അനക്കമൊന്നുമില്ല. ഇനിയെങ്ങാനും ഉറങ്ങിപ്പോയി കാണുമോ? അങ്ങനെ ആലോചിച്ചപ്പോഴേക്കും അവൻ കതക് തുറന്നു. എന്താ? അവൻ്റെ ശബ്ദമാകെ കുഴഞ്ഞിരിക്കുന്നു. പോരാത്തതിന് മദ്യത്തിൻ്റെ രൂക്ഷമായ ഗന്ധം. അവൾ ഒരടി പിന്നിലേക്ക് നീങ്ങി. ചോദിച്ചത് കേട്ടില്ലേ മിസ്സിസ് വർണ ശിവദേവ്? എന്താണ് വന്നതെന്ന്. അവൻ്റെ സ്വരാകെ കുഴഞ്ഞുപോയി. അത് പിന്നെ ഇന്നിവിടെ 2 പേര് നിങ്ങളെ അന്വേഷിച്ച് വന്നിരുന്നു. ആഹാ, വന്നോ? എന്താ വരാത്തതെന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു ഞാൻ. അവൾക്ക് അവൻ പറയുന്നതൊന്നും മനസ്സിലായില്ല. അവൾ അവനെ വെറുതെ നോക്കി നിന്നു. കളപ്പുരയ്ക്കൽ മോഹനാവും വന്നത് അല്ലേ? അവനത് ചോദിച്ചതും അവൾ അവനെ ആശ്ചര്യത്തോടെ നോക്കി. അതെ. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. അവളുടെ പതിഞ്ഞ ശബ്ദം. അവർ നിന്നോട് വേറെന്തെങ്കിലും ചോദിച്ചോ? ഞാൻ ആരാണെന്ന് ചോദിച്ചു. എന്നിട്ട് ആരാണെന്ന് പറഞ്ഞു? ഭാര്യ. ആഹാ, എന്നിട്ട് നീ ജീവനോടെ ഉണ്ടോ? ഭാഗ്യം. മിക്കവാറും നിന്റെ അന്ത്യം അയാളുടെ കൈകൊണ്ടാവും. അവൾ അത് കേട്ടതും അവനെ മുഖമുയർത്തിയൊന്ന് നോക്കി. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. അത് പറഞ്ഞ് അവൻ മുറിക്കകത്തേക്ക് തിരികെ പോകാനൊരുങ്ങി. അതെ, അവൻ തിരികെ പോകാനൊരുങ്ങിയതും അവൾ പിന്നിൽ നിന്ന് അവനെ വിളിച്ചു. അവളുടെ ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി. അയാൾ ആരാ? എൻ്റെ അച്ഛനായിരുന്നു. അത് പറഞ്ഞ് അവളുടെ മറുപടി കാത്തു നിൽക്കാതെ അവൻ അകത്തേക്ക് കയറി വാതിലടച്ചു. അവൻ വാതിലടച്ചു കഴിഞ്ഞതും അവളുടെ ഉള്ളിൽ പല ചിന്തകളും കടന്നു വന്നു. അച്ഛനായിരുന്നു എന്നോ? അച്ഛനാണെന്നല്ലേ പറയേണ്ടത്? അവൾ സോഫയിൽ വന്നിരുന്ന് ആലോചിക്കാൻ തുടങ്ങി. അച്ഛൻ തന്നെയാണോ ഇനി? അല്ലെങ്കിൽ ഇനി ബന്ധുക്കളാരെങ്കിലും ആണോ എന്നാവോ? ഈ ആളെക്കുറിച്ചൊന്നും മനസ്സിലാവുന്നില്ലല്ലോ കണ്ണാ. അച്ഛൻ തന്നെയാണെന്ന് തോന്നുന്നു. കളപ്പുരയ്ക്കൽ മോഹൻ എന്നല്ലേ അയാളുടെ പേര് പറഞ്ഞത്? ശിവദേവ് മോഹൻ. അതെ, അച്ഛൻ തന്നെയാണ്. ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവളുടെ മനസ്സാകെ ഉഴറി. പല പല ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വന്നു. ഇയാൾ എന്നെ എന്തിനാണാവോ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്? ഇവിടെ ജോലി ചെയ്യാനാണോ?
അവൾ സ്വയം ചിന്തിച്ചു. അപ്പോഴേക്കും അവൾക്ക് വിശക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കാം, വെറുതെ അത് വേസ്റ്റാക്കി കളയണ്ട. അത് പറഞ്ഞ് അവൾ ഭക്ഷണം എടുത്തു. ഫ്രിഡ്ജിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നു. ശേഷം സോഫയിലിരുന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. അവൻ്റെ മുറി അപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അവൾ അതിലേക്ക് നോക്കി ഒന്ന് നിശ്വസിച്ചു. ശേഷം അവൾക്കായി അവൻ കൊടുത്ത മുറിയിലേക്ക് കയറി. ബെഡിലിരിക്കുമ്പോൾ അവൾക്കാകെ ഈർഷ്യ തോന്നി. രാവിലെ മുതലിട്ട വസ്ത്രമാണ്, പോരാത്തതിന് അല്പം നനഞ്ഞിട്ടുമുണ്ട്. വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് അവൾ അത് തന്നെ ഇട്ട് കിടക്കാൻ തീരുമാനിച്ചു. കട്ടിലിൽ ഇട്ടിരിക്കുന്ന ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞു വിരിച്ചു. കാണുമ്പോൾ പൊടിയൊന്നും ഉണ്ടായില്ല എങ്കിലും കുടഞ്ഞപ്പോൾ നല്ല പൊടിയായിരുന്നു. നാളെ ഇതൊക്കെ എടുത്തൊന്ന് അലക്കണം, നിറയെ പൊടിയാണ് എന്ന് തീരുമാനിച്ച് അവൾ കട്ടിലിലേക്ക് കിടന്നു. ഉറക്കം വന്നില്ല. പകൽ അല്പം മയങ്ങിയതുകൊണ്ടാണ്. കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് വന്നുവെങ്കിലും അതിൽ അത്രമാത്രം വിഷമമൊന്നും തോന്നുന്നില്ല. മുത്തശ്ശിയുടെ കാര്യോർത്ത് മാത്രമാണ് വിഷമം. പാവം, എന്നെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നുണ്ടാകും. ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു വന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.